ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിനി വരാൻ പോകുന്ന ഗംഭീരമായ കുറച്ച് പരീക്ഷകൾക്ക് വേണ്ടുന്ന കുറച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് പോർഷൻസിനെ കുറച്ച് ഡിസ്കഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ കുറെ PSC പരീക്ഷകളുടെ മാറ്റങ്ങളും മാറുന്ന ചോദ്യങ്ങളും നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന കുറേയധികം ഫാക്റ്റുകളും കാര്യങ്ങളും ഒക്കെ PSC പരീക്ഷയ്ക്ക് സർവ്വസാധാരണമായി ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരം ഭാഗത്തുനിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളെ നമ്മളിന്ന് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളിലൂടെ തന്നെയാണ് ഞാനത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പ്രസ്തുത ടോപ്പിക്കുകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അധികം വലിയ കഥയൊന്നുമില്ലാതെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ശരി. അപ്പോ നമ്മൾ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നോക്കൂ, ഹൈദരാബാദ് കർണാട്ടിക് പിന്തുടർച്ചാ അവകാശത്തെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന കലാപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈദരാബാദ് കർണാട്ടിക് പിന്തുടർച്ചാ അവകാശത്തെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന കലാപം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് പ്രകാരം നോക്കൂ, ഒന്നാം കർണാട്ടിക് യുദ്ധം, രണ്ടാം കർണാട്ടിക് യുദ്ധം, മൂന്നാം കർണാട്ടിക് യുദ്ധം, മറാത്ത യുദ്ധങ്ങൾ എന്നിങ്ങനെയാണ് കിടക്കുന്നത്. അതായത് ഇത് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ, കുറേയധികം കൺഫ്യൂഷനുകൾ വരുന്ന ചോദ്യം തന്നെയാണ് ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യയില് നോക്കി, ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് പ്രധാനമായിട്ടും രണ്ട് രീതികളിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം നടന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ രാജാക്കന്മാരുമായിട്ട് നടത്തിയ യുദ്ധങ്ങൾ വഴിയാണ് അല്ലെ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ രാജാക്കന്മാരുമായിട്ട് നടത്തിയ യുദ്ധങ്ങൾ വഴിയാണ്. മറ്റൊന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ടായിരുന്ന നിയമ നിർമ്മാണങ്ങൾ വഴിയാണ് അല്ലെ. നിയമ നിർമ്മാണങ്ങൾ വഴിയാണ്. ഈ രണ്ട് രീതിയിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം നടന്നിട്ടുണ്ട്. യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിയാവുന്ന യുദ്ധം ഒന്ന്, നമുക്ക് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അല്ലെങ്കിൽ അടിത്തറ പാകി എന്ന് പറയുന്ന പ്ലാസി, അതിന് പിന്നോടിയായി നടന്ന ബക്സർ കലാപം എന്നിവയാണ്. പ്ലാസി, ബക്സർ കലാപം എന്നിവയാണ് അല്ലെ. അതേപോലെ തന്നെ നമുക്കറിയാം 1757 പ്ലാസിയും 1764 ബക്സർ കലാപമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുമായി നടത്തിയിട്ടുണ്ടായിരുന്ന മൈസൂർ കലാപങ്ങളാണ് അല്ലെ. മൈസൂർ കലാപങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കലാപം എന്ന് പറയുന്നത്. 4 മൈസൂർ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് 4 പ്രധാനപ്പെട്ട മൈസൂർ കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കലാപം തന്നെയാണ് ഏത്, മറാത്ത കലാപങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. മറാത്ത കലാപങ്ങൾ, ഈ കലാപങ്ങളിലൂടെ ഇന്ത്യയിലെ ഇപ്പൊ പ്ലാസി, ബക്സർ ആണെങ്കിൽ ബംഗാൾ അല്ലെ. അതേപോലെ മൈസൂർ കലാപം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലബാർ, കൂർഗ്, ബാരമഹൽ, ഏറ്റവും അവസാനം 1799 ടിപ്പുവിനെ വധിച്ചതിന് ശേഷം മൈസൂരിന്റെ ആധിപത്യവും ബ്രിട്ടന്റെ കയ്യിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറാത്ത എന്ന് പറയുന്ന വളരെ വലിയൊരു സാമ്രാജ്യത്തെ പൂർണ്ണമായും കീഴടക്കുന്ന 3 മറാത്ത യുദ്ധങ്ങളിലൂടെ ആയിരുന്നു, പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ നിയമനിർമ്മാണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും 2 നിയമനിർമ്മാണങ്ങൾ നമുക്ക് പരീക്ഷകളിൽ വരാറുണ്ട്. അതിലൊന്നാണ് സൈനിക സഹായ വ്യവസ്ഥ. മറ്റൊന്നാണ് ദത്തവകാശ നിരോധന നിയമം. സൈനിക സഹായ വ്യവസ്ഥ, മറ്റൊന്നാണ് ദത്തവകാശ നിരോധന നിയമം. ഈ 2 നിയമങ്ങൾ, അതിന്റെ ഓരോ വ്യവസ്ഥകളും തീർച്ചയായിട്ടും പരീക്ഷയ്ക്കൊന്ന് പഠിച്ചിട്ട് വേണം. എസ്പെഷ്യലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോ CPO പരീക്ഷയ്ക്കൊക്കെ കഴിഞ്ഞ തവണ ചോദിച്ചൊരു ചോദ്യമുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെ, എന്നിട്ട് സൈനിക സഹായ വ്യവസ്ഥയുടെ ഡിഫറെന്റ് കണ്ടീഷൻസ് അത് പരീക്ഷയ്ക്ക് ചോദിച്ചു. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിയമവ്യവസ്ഥകൾ എന്തൊക്കെ എന്നൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക എന്നതാണ്. ഇപ്പൊ സൈനിക സഹായ വ്യവസ്ഥ ഒരു ഉദാഹരണം എടുത്താൽ നമുക്കറിയാം. സൈനിക സഹായ വ്യവസ്ഥ എന്താണ് പറയുന്നത്, ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യവസ്ഥാ ഉടമ്പടി തന്നെയാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ പ്രകാരം ഒരു രാജ്യത്തിന്റെയും രാജാവിന്റെയും സുരക്ഷയ്ക്കായിട്ട് ഒരു ബ്രിട്ടീഷ് സേനാ വിഭാഗത്തെ രാജ്യ അതിർത്തിക്കുള്ളിൽ നിർത്തുമെന്നും ആ സേനാ വിഭാഗത്തിന്റെ ചിലവുകൾ അതത് നാട്ടുരാജ്യങ്ങളിലെ രാജാവ് ഒരു പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ടോ നിശ്ചിത തുക അടച്ചുകൊണ്ടോ പരിഹരിക്കണമെന്നും
ഈ പറയുന്ന നാട്ടുരാജ്യം മറ്റേതെങ്കിലും ഒരു നാട്ടുരാജ്യവുമായിട്ട് അഭിപ്രായ തർക്കങ്ങളിൽ ഉണ്ടായാൽ അതിന്റെ മധ്യസ്ഥത വഹിക്കാൻ ബ്രിട്ടന് അധികാരമുണ്ടായിരിക്കുമെന്നും ഇന്ത്യയിലെ പരമോന്നത ശക്തിയായി ബ്രിട്ടനെ അംഗീകരിച്ചിരിക്കണം എന്നുള്ളതും മറ്റു യൂറോപ്യൻ ശക്തികളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നാട്ടുരാജ്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കണം എന്നുള്ളതും ഇതൊക്കെ പരിപാലിക്കുന്നുണ്ടോ എന്നും ബ്രിട്ടീഷ് നയങ്ങൾ അതത് നാട്ടുരാജ്യങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന പദവിയെ നിയമിച്ചിരിക്കണമെന്നും പറയുന്നുണ്ട്. ഏതിനകത്ത്? സൈനിക സഹായ വ്യവസ്ഥയിൽ. 1798 സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെയാണ് 1848 ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നതും, അല്ലെ? അനന്തരാവകാശി ഇല്ലാത്ത രാജാക്കന്മാര് മറ്റൊരു പ്രദേശത്ത് നിന്ന് കുട്ടിയെ ദത്തെടുക്കുന്ന സമ്പ്രദായം ഇന്ത്യയിലെ ഹൈന്ദവ രാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത്തരം രാജ്യങ്ങൾ ഇനി ദത്തു ഭരണത്തിലേക്ക് പോകാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറയുന്ന നിയമമാണേത്? ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഗംഭീരമായ കഥകളിലൂടെ പഠിച്ച 2 നിയമങ്ങൾ, അല്ലെ? അപ്പോ ഇതാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. പ്ലാസി ബക്സർ യുദ്ധങ്ങൾ, മൈസൂർ കലാപങ്ങൾ, അതുപോലെ തന്നെ മറാത്ത കലാപങ്ങൾ എന്നിവ നമ്മൾ വളരെ പ്രധാനമായും നോക്കണം. ഇതുകൂടാതെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു കലാപമാണ് ഏത്? ഈ പറയുന്ന കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധങ്ങളുടെ പ്രത്യേകത എന്താണ്? കർണാട്ടിക് യുദ്ധങ്ങളുടെ പ്രത്യേകത പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻ ശക്തികളിൽ ആദ്യം വരുന്നത് പോർച്ചുഗീസ്, പിന്നാലെ ഡച്ച്, പിന്നീട് ബ്രിട്ടീഷ്, പിന്നീട് ഫ്രഞ്ച്. ഇങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള യൂറോപ്യൻ ശക്തികളുടെ വരവ്. ആദ്യം പോർച്ചുഗീസ്, അവരുടെ പുറകെ ഡച്ച്, അതിന്റെ പുറകെ ബ്രിട്ടീഷ്, അതിന്റെ പുറകെ ഫ്രഞ്ച്. ഇതാണ് പ്രധാനമായ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇതിനകത്തെ അവസാനം വന്ന 2 കൂട്ടർ, അതായത് ബ്രിട്ടനും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ ആധിപത്യ മുന്നേറ്റങ്ങൾക്കായി നടത്തിയ യുദ്ധങ്ങളെ ആയിരുന്നു നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ പഠിക്കുന്നത്. പ്രധാനമായും 3 കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 3 കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിലെ 1-ാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം യൂറോപ്പിലുള്ള ഒരു പ്രശ്നമാണ്. യൂറോപ്പിലെ ഒരു പ്രശ്നത്തിൽ തുടങ്ങി പിന്നീട് ഇന്ത്യയിലേക്ക് അത് വ്യാപിക്കുകയായിരുന്നു. എന്തായിരുന്നു? യൂറോപ്പിൽ 1740 ആരംഭിച്ച ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശ തർക്കത്തെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന യുദ്ധമായിരുന്നു എന്ത്? 1-ാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. പിന്നീട് 1740 അവിടെ തുടങ്ങിയെങ്കിലും 1746 ഇന്ത്യയിലെ പ്രധാന മേഖലകളിൽ ആധിപത്യത്തിനായി ബ്രിട്ടനും ഫ്രാൻസും നടത്തുന്ന യുദ്ധമാണ് ഏത്? 1-ാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. 1748 ആക്സല ചാപ്പലെ ഉടമ്പടി പ്രകാരം 1-ാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചു. പിന്നീട് വരുന്നതാണ് 2-ാം കർണാട്ടിക് യുദ്ധം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 2 പ്രബല നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദ്, അതേപോലെ തന്നെ കർണാട്ടിക്, ഈ 2 രാജ്യങ്ങളിലും അഭിപ്രായം, അതായത് അവകാശ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഹൈദരാബാദിൽ ഒരു സെപ്പറേറ്റ് വിഷയം, കർണാട്ടിക്കിൽ ഒരു സെപ്പറേറ്റ് വിഷയം. അവരുടെ സിംഹാസന അധികാരങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നു. ഈ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ബ്രിട്ടനും ഫ്രാൻസും ഇടപെട്ടതായിരുന്നു 2-ാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണങ്ങളായി നമ്മൾ പഠിക്കുന്നത്. 1749 2-ാം കർണാട്ടിക് യുദ്ധം ആരംഭിക്കുന്നത്. 3-ാം കർണാട്ടിക് യുദ്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എക്സാമിന് നോക്കിയിട്ട് പോകേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 1760 3-ാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന വാൻഡി വാഷ് യുദ്ധം തന്നെയാണ്. ഓക്കെ, അതായത് ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം ഇല്ലാതാക്കിയ യുദ്ധം എന്ന് പറയുന്നത് ഏത് യുദ്ധം തന്നെയാണ്? വാൻഡി വാഷ് യുദ്ധമാണ്. ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം ഇല്ലാതാക്കിയ യുദ്ധമാണ് ഏത്? 1760 വാൻഡി വാഷ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ചോദ്യം നോക്കിയിരിക്കുന്നത് എന്താ? ഹൈദരാബാദ് കർണാട്ടിക് പിന്തുടർച്ച അവകാശ തർക്കത്തെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന കലാപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്കറിയാം, 2-ാം കർണാട്ടിക് യുദ്ധം തന്നെയാണ്. ഉത്തരം 2-ാം കർണാട്ടിക് യുദ്ധമാണ്. കാരണം 1-ാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം നമ്മൾ പറഞ്ഞു എന്താ? ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശ തർക്കമായിരുന്നു. ഓസ്ട്രിയൻ പിന്തുടർച്ച അവകാശ തർക്കമായിരുന്നു. ഓക്കെ, രണ്ടാമത്തത് തന്നെയാണ് എന്ത്? ഹൈദരാബാദ്, കർണാട്ടിക് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ആഭ്യന്തര തർക്കം, അധികാരത്തിന് വേണ്ടിയുള്ള ആഭ്യന്തര തർക്കങ്ങളിലേക്കുള്ള ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഇടപെടലിനെ തുടർന്നിട്ടുണ്ടായതാണ്. 3-ാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്
യൂറോപ്പിൽ ആരംഭിച്ച സപ്തവത്സര കലാപമായിരുന്നു. സപ്തവത്സര കലാപത്തെ തുടർന്ന് ഇന്ത്യയിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടത്തിയ യുദ്ധമായിരുന്നു ഇത് മൂന്നാം കർണാട്ടിക് യുദ്ധം. അതിന്റെ ഭാഗമായിട്ടാണ് 1760 എന്ത് നടക്കുന്നത്? വാൻഡി വാഷ് കലാപം നടക്കുന്നത്. വാൻഡി വാഷ് കലാപം നടന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ത് നടന്നത്? വാൻഡി വാഷ് കലാപം നടന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത്, ഈ ഒരു ചോദ്യഭാഗം. കിട്ടിയോ? ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ലേ? അപ്പോ ഹൈദരാബാദ് കർണാട്ടിക് പിന്തുടർച്ച അവകാശ തർക്കത്തെ തുടർന്ന് ഇന്ത്യയിൽ നടന്ന കലാപം എന്ന് പറഞ്ഞാൽ അത് രണ്ടാം കർണാട്ടിക് യുദ്ധമാണ്. അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ എക്സാമിന് പെട്ടെന്നൊന്ന് മറിച്ചു പോകണമെന്ന് തോന്നിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതില് ഇവന്മാരെ രണ്ടുപേരെ ഒരു കാരണവശാലും വിട്ടേച്ചും പോകരുത്, നന്നായി പഠിച്ചേച്ചു പോകണം. ഓക്കെ ഓക്കെ, അപ്പൊ അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, ബ്രിട്ടീഷ് ആധിപത്യവുമായി ബന്ധപ്പെടുത്തി ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. റോയൽ ചാർട്ടർ പ്രകാരം വ്യാപാര കുത്തക അവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തിയ കപ്പലാണ് ഹെക്ടർ. 1611 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയുണ്ട് ഇതിനകത്ത് ശരി, എന്തൊക്കെയുണ്ട് ഇതിനകത്ത് തെറ്റ്? എന്തൊക്കെ ശരി, എന്തൊക്കെ തെറ്റ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തായാലും ശരിയായ പ്രസ്താവന തന്നെയാണ്. റോയൽ ചാർട്ടർ അധികാര രേഖ പ്രകാരം തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങോട്ടേക്ക് വന്നത്? ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളത് ശരിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്ന കപ്പലിന്റെ പേര് ഹെക്ടർ എന്നു തന്നെയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്ന കപ്പലിന്റെ പേര് ഹെക്ടർ എന്നു തന്നെയായിരുന്നു. 1611 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണോ? അല്ല, അല്ലെ? അത് ശരിയായ ഉത്തരമല്ല. 1600 അപ്പോ തീർച്ചയായിട്ടും ഉത്തരം 1 and 2 ട്രൂ എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഇതെനിക്ക് പഠിക്കാൻ ഭയങ്കര പാടാണെന്ന് തോന്നുവാണെങ്കിൽ വേറൊരു സൂത്രപ്പണി പറഞ്ഞുതരാം. ഓക്കെ, വേറൊരു സൂത്രപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഞാൻ പറഞ്ഞു ജോൺ കമ്പനി എന്ന് പേരുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെ? ജോൺ കമ്പനി എന്ന് പേര് പറഞ്ഞിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്നത്തെ ബ്രിട്ടന്റെ ഭരണാധികാരിയായിരുന്ന ആരായിരുന്നു? എലിസബത്ത് രാജ്ഞി, ക്വീൻ എലിസബത്ത് അല്ലെങ്കിൽ എലിസബത്ത് രാജ്ഞിയുടെ അംഗീകാരം, ഇന്ത്യയുമായിട്ട് വ്യാപാര അനുമതി നൽകിക്കൊണ്ട് എലിസബത്ത് രാജ്ഞി പുറപ്പെടുവിച്ച റോയൽ ചാർട്ടർ പ്രകാരം ഇന്ത്യയിലേക്ക് വന്നവരായിരുന്നു ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര്. അവർ ഇന്ത്യയിലേക്ക് വന്ന കപ്പലായിരുന്നു ഏത്? ഹെക്ടർ എന്ന കപ്പൽ. അവർ ഇന്ത്യയിലേക്ക് വന്ന കപ്പലായിരുന്നു ഏത്? ഹെക്ടർ എന്ന കപ്പൽ. അങ്ങനെ അവര് ഇന്ത്യയിലെത്തിയ അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ ബെസ്റ്റ് സൂറത്തിൽ വെച്ചിട്ട് ഒരു പോർച്ചുഗീസ് നാവികപടയെ പരാജയപ്പെടുത്തുന്നു. അല്ലെ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേൾക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ജഹാംഗീർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് കൊടുക്കുന്നു? സൂറത്തിൽ ഒരു ഫാക്ടറി പണിയാൻ അനുമതി കൊടുക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി എവിടെ നിലവിൽ വന്നു? സൂറത്തിൽ നിലവിൽ വന്നു. ഒരൊറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തെ നമുക്ക് ഒരൊറ്റ ലൈനിൽ തന്നെ ഇങ്ങനെ തന്നെ കുറിച്ചു വെക്കാം. കണ്ടോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എലിസബത്ത് രാജ്ഞിയുടെ അനുമതി രേഖയായ റോയൽ ചാർട്ടർ അധികാര രേഖ പ്രകാരം ഹെക്ടർ എന്ന കപ്പലിൽ കയറി ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിൽ വെച്ച് ക്യാപ്റ്റൻ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ഒരു പോർച്ചുഗീസ് നാവികപടയെ പരാജയപ്പെടുത്തുകയും അന്നത്തെ മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ അനുമതിയോടുകൂടി അങ്ങനെ സൂറത്തിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി സ്ഥാപിതമാവുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അങ്ങനെ 1600 എന്ത് ഈ പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് എന്ന് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം നമുക്ക് ശരിയാണ്, അല്ലെ? 1ഉം 2ഉം നമുക്ക് ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നോക്കൂ, 1857 കലാപത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലെ? ശരിയായ ജോഡിയെ കണ്ടെത്താൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കലാപവും കലാപത്തിന്റെ കേന്ദ്രവും കലാപത്തിലെ നേതൃത്വവും. ഓരോ
കലാപവും കലാപത്തിന്റെ മേഖലകളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതൃത്വങ്ങളെ കുറിച്ചും എപ്പോഴും ചോദ്യം വരാറുള്ള ഒരു ഭാഗമാണ്. അപ്പോ നമുക്ക് പരീക്ഷകൾക്ക് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട 1857 കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട കലാപ കേന്ദ്രം, അവിടുത്തെ നേതൃത്വം എന്നത്. പ്രധാന കലാപ കേന്ദ്രം, അവിടുത്തെ നേതൃത്വം എന്നത് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്, അല്ലെ? അപ്പൊ പ്രധാന കലാപ കേന്ദ്രങ്ങളിൽ നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ച കുറച്ച് കലാപ കേന്ദ്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, പ്രധാനമായും ബീഹാർ അല്ലെങ്കിൽ ആര എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് കൻവർ സിംഗ് ആയിരുന്നു. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നത് കൻവർ സിംഗ് ആയിരുന്നു. ഓക്കെ, അടുത്തത് കാൺപൂരാണ്. കാൺപൂരിലുള്ളത് നാനാ സാഹിബ്, അതുപോലെ തന്നെ താന്തിയ തോപ്പി. നാനാ സാഹിബ് അതുപോലെ തന്നെ താന്തിയ തോപ്പി. ഓക്കെ, നാനാ സാഹിബ് അതുപോലെ തന്നെ താന്തിയ തോപ്പി. ഓക്കെ, അത് കഴിഞ്ഞാൽ ലക്നൌവില് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ് അവിടെ നേതൃത്വം നൽകിയ മറ്റൊരു കക്ഷി. ബീഗം ഹസ്രത് മഹലാണ്. പിന്നെ നോക്കിയാൽ ഡൽഹി, എപ്പോഴും ചോദിക്കുന്ന ഒരു സെന്ററാണ് ഡൽഹിയിൽ ആരാണ് അവസാന മുഗൾ ഭരണാധികാരി എന്ന് നമ്മൾ പറയുന്ന ബഹദൂർ ഷാ രണ്ടാമനും ഒപ്പം ബക്ത് ഖാനുമാണുള്ളത്. ബഹദൂർ ഷാ രണ്ടാമനും അതുപോലെ തന്നെ ബക്ത് ഖാനുമാണുള്ളത്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബക്ത് ഖാനാണുള്ളത്, അല്ലെ? പിന്നുള്ളത് ഫൈസാബാദിലുള്ളത് മൗലവി അഹമ്മദുള്ളയാണ്. അതേപോലെയുള്ള മറ്റൊരു സെന്ററാണ് ബറേലി. പഠിച്ചു പോകേണ്ടതാണ് ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, ഖാൻ ബഹദൂർ ഖാൻ, അല്ലെ? പിന്നെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് മധുരയിൽ ദേവി സിംഗ് ആണ് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ഝാൻസി, മറ്റൊരു പ്രധാന കേന്ദ്രമാണ് ഝാൻസി. റാണി ലക്ഷ്മിഭായ്. ക്ലാസ്സിൽ നമ്മളൊരു ഷോർട്ട് കട്ട് ഒക്കെ വെച്ച് പഠിച്ച സാധനമാണിത്, അല്ലെ? റാണി ലക്ഷ്മിഭായ്. അപ്പൊ പ്രധാനമായിട്ടുള്ള കലാപ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ പരീക്ഷയിൽ റീസെന്റ് ആയി ചോദിച്ചിട്ടുള്ള കുറച്ച് കലാപ കേന്ദ്രങ്ങളാണ് ഈ പറയുന്നവയെല്ലാം തന്നെ. അപ്പോ 1857 കലാപം പഠിക്കുമ്പോൾ നോക്കൂ, ബറേലി ഖാൻ ബഹദൂർ ഖാൻ, ശരിയല്ലേ? ആണോ? ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ശരിയാണ്. ലക്നൗ നാനാ സാഹിബ്, ആണോ? അല്ല, തെറ്റ്. ലക്നൌവിൽ ആരാ? ബീഗം ഹസ്രത് മഹലായിരുന്നു ഇവിടെ വരേണ്ടത്, അല്ലെ? ആരാ? കൻവർ സിംഗ്, ശരിയാണോ? ശരിയാണ്, അല്ലെ? ആരാ? കൻവർ സിംഗ് തന്നെയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ. ലക്നൗ എന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡി എന്ന് തന്നെയാണ്. ഇനി നിങ്ങൾ 1857 റിവോൾട്ട് പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ റിവൈസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ, 1857 കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് നിയമങ്ങൾ എന്തൊക്കെയുണ്ട്? അതുപോലെ കലാപത്തിന്റെ സാമൂഹികപരമായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് മതപരിവർത്തന നടപടിയോ അതുപോലെ തന്നെ ശിപായിമാരോട് ചേർത്തിട്ടുള്ള നടപടികളോ ഇതൊക്കെ എന്ത് ചെയ്യാം, അതിനകത്ത് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാം. പിന്നീട് കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്നുള്ളത് തന്നെയാണ്. പെട്ടെന്നുണ്ടായ കാരണം എന്നത് തന്നെയാണ്, അല്ലെ? പെട്ടെന്നുണ്ടായ കാരണം ഏതുറക്കപ്പായാലും നിങ്ങൾ പറയും എന്താണ്? എൻഫീൽഡ് തോക്കുകൾ, അല്ലെ? എൻഫീൽഡ് P53 ഗണത്തിലെ തോക്കുകളുടെ നിർബന്ധിത ഉപയോഗ പ്രഖ്യാപനമാണ്. 1857 ജനുവരി മുതൽ ഈ തോക്കിന്റെ ഉപയോഗം ഇന്ത്യയിൽ നിർബന്ധമാക്കി ബ്രിട്ടൻ പ്രഖ്യാപിച്ചു. അതിനകത്ത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പടങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ്, അല്ലെ? അപ്പൊ അതൊരു പോയിന്റാണ്. പിന്നീട് ഇവിടെ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമൻ. അതായത് കലാപകാരികൾ 1857 പ്രധാന കലാപ കേന്ദ്രമായിരുന്നത് ഉത്തർപ്രദേശിലെ മീററ്റ് ആയിരുന്നു പ്രധാന കലാപ കേന്ദ്രം. ഈ കലാപ കേന്ദ്രത്തിൽ നിന്നും കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത ഡൽഹി പിടിച്ചെടുത്തതിനു ശേഷം അവർ ഷഹൻഷായ് ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ച, ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച ഭരണാധികാരിയാണ് ആര്? ബഹദൂർ ഷാ സെക്കൻഡ്.
ഇദ്ദേഹമായിരുന്നു ഈ പറയുന്ന ഡൽഹിയിലെ കലാപങ്ങൾക്ക് പ്രധാനമായും നേതൃത്വം നൽകിയത് അല്ലെ, ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. 57 കലാപത്തിലേക്ക് പിന്നീട് നമ്മൾ വരുന്നത് ഝാൻസിയിലെ കലാപം ഇമ്പോർട്ടന്റ് ആണ്. റാണി ലക്ഷ്മിഭായി നേതൃത്വം നൽകിയ ഝാൻസിയിലെ കലാപം ഇമ്പോർട്ടന്റ് ആണ്. നാനാ സാഹിബ് നേതൃത്വം നൽകിയ കാൺപൂരിലെ കലാപം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അവധ് എന്ന നാട്ടുരാജ്യത്തിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അവിടുത്തെ ഭരണാധികാരിയായിരുന്നത് വാജിദ് അലി ഷാ ആയിരുന്നു. വാജിദ് അലി ഷായുടെ ഭരണം ദുർഭരണം ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി 1856 അവധിനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റീസെന്റ് ആയിട്ട് ഞാൻ എപ്പോഴും പരീക്ഷ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് സെഷനിലൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന ചോദ്യമാണ്, ഈ അടുത്തിടയ്ക്ക് ഡിഗ്രി ലെവലിനൊക്കെ ചോദിച്ചിരുന്നു. അത് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിച്ചു? രാജ്ഞിയുടെ വിളംബരം എന്ന് വിളിച്ചു. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ വ്യവസ്ഥകൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഒരു കാരണവശാലും അത് പഠിക്കാതെ പോകരുത് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് 1857 കലാപം പരാജയപ്പെട്ടു പോയത്? കുറെ കാരണങ്ങൾ. ഒന്ന്, സംഘടിതമായ സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. പിന്നെ കലാപകാരികളിലെ ആയുധ ലഭ്യതക്കുറവും സംഘടനാ മികവിന്റെ കുറവുമാണ് അല്ലെ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ കലാപകാരികൾ പരാജയപ്പെടുന്നുണ്ട്. അതിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാര് കലാപത്തിനെതിരായിരുന്നു. ഇന്ത്യയിലെ സമ്പന്ന നാട്ടുരാജ്യങ്ങൾ കമ്പനിക്ക് അനുകൂലമായിട്ടായിരുന്നു നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ 1857 കലാപം പരാജയപ്പെട്ടു പോയി എന്നുള്ള ഒരു പോയിന്റ് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് INC-യിൽ നിങ്ങൾ ഏറ്റവും അധികം റെഫർ ചെയ്ത് പോകേണ്ട കുറച്ച് തിയററ്റിക്കൽ പോർഷൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് പറഞ്ഞു പോകാം. INC-യുടെ റെഫറൻസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട തിയററ്റിക്കൽ പോർഷൻസ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. INC-യിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യേണ്ട തിയററ്റിക്കൽ പോർഷൻസ് പറഞ്ഞാൽ അതിന്റെ രൂപീകരണ സമ്മേളനം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. രൂപീകരണ സമ്മേളനത്തെക്കുറിച്ചും അവിടുത്തെ പ്രഖ്യാപനങ്ങളെക്കുറിച്ചും നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അല്ലെ. 1885 ഡിസംബർ 28 ബോംബെ തേജ്പാൽ സംസ്കൃത കോളേജിന്റെ വിശാലമായ മുറിയിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശത്തെയും ഭാഷയെയും സംഘടനകളെയും പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികൾ സമ്മേളിച്ചുകൊണ്ട് ആദ്യ സമ്മേളനം നടന്നു എന്നും, ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെ ആയിരുന്നു, എന്നാൽ പ്ലേഗ് അണുബാധയെ തുടർന്ന് അത് ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു എന്നും, അങ്ങനെ ഈ യോഗത്തിന്റെ ആദ്യത്തെ അധ്യക്ഷനായി WC ബാനർജിയും ഈ യോഗം വിളിച്ചു ചേർക്കുന്നതിന് മുൻകൈയെടുത്ത ഇംഗ്ലീഷുകാരനായ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കൂടിയായ അലൻ ഒക്ടോവിയൻ ഹ്യൂമിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ ഓർക്കാം. പിന്നീട് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് അല്ലെ. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലെ സൗഹൃദ ബോധം വളർത്തിയെടുക്കുക, ജാതിമത വർണ്ണ ചിന്തകൾക്ക് അതീതമായ ഒരു ദേശീയ ബോധം സൃഷ്ടിച്ചെടുക്കുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തെ ധരിപ്പിക്കുക എന്നിങ്ങനെയുള്ള പ്രാഥമികമായ കുറച്ച് ലക്ഷ്യങ്ങളും INC-യുടെ ലക്ഷ്യ പട്ടികയിൽ നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമായ സുരക്ഷാ വാൽവ് സിദ്ധാന്തവും അതിന്റെ ഉപജ്ഞാതാവായ ലാലാ ലജ്പത് റായിയെ കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ ഇതിന്റെ 3 കാലഘട്ടം, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അതിന്റെ സമര രീതികളുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനം 3 ഘട്ടങ്ങളായി നമ്മൾ പറയാറുണ്ട്. അതിലെ ഒന്ന് മിതവാദി കാലഘട്ടം, മറ്റൊന്ന് തീവ്രദേശീയ കാലഘട്ടം, മറ്റൊന്ന് ഗാന്ധിയൻ കാലഘട്ടം എന്നിവയാണ് അല്ലെ. മിതവാദി കാലഘട്ടം എന്ന് പറയുമ്പോൾ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. തീവ്രദേശീയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടമാണ്. ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുണ്ടായ ഇൻസിഡന്റുകളാണ് പിന്നെ നമ്മൾ വരുന്ന ഫർദർ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലെ. പിന്നെ INC-യുടെ സമ്മേളനങ്ങളുണ്ട്, ആദ്യകാല സമ്മേളനങ്ങളുണ്ട്. പിന്നെ ഏറ്റവും അധികം ഓർത്തിരിക്കേണ്ട കുറച്ച് സമ്മേളനം എന്ന് വെച്ചാൽ ഭരണഘടനാപരമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ടേമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1927 മദ്രാസ് സമ്മേളനം, MA അൻസാരി അധ്യക്ഷനായ മദ്രാസ് സമ്മേളനത്തിൽ സൈമൺ കമ്മീഷൻ ബഹിഷ്കരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയുടെ ഭാവി ഭരണഘടന മൗലിക അവകാശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം എന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. 1931 വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളിൽ ഒപ്പുവെക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയപ്രമേയം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്.
34 വരുമ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി വേണമെന്ന വാദം MN റോയ് മുന്നോട്ട് വെക്കുന്നുണ്ട്, അല്ലെ? 37 ഫൈസാപൂർ സമ്മേളനം, ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ സമ്മേളനം. അതുപോലെ INC-യിൽ എപ്പോഴും ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിലുള്ളവർക്കെങ്കിലും കിട്ടുന്ന ഒരു സ്ഥിര സമ്മേളനമുണ്ട്, 1929 ലാഹോർ സമ്മേളനം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം, അല്ലെ? 1929 ലാഹോർ സമ്മേളനം നമുക്കറിയാം, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെട്ടു, അല്ലെ? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെട്ട സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1929 ഡിസംബർ 31 രവി നദിയുടെ തീരത്ത് ഇന്ത്യയുടെ പതാക ആദ്യമായി ആരുയർത്തുന്നു? ജവഹർലാൽ നെഹ്റു ഉയർത്തുന്നു. ഇന്ത്യയുടെ പതാക ആരുയർത്തുന്നു? ജവഹർലാൽ നെഹ്റു ഉയർത്തുന്നു. അതുപോലെ പൂർണ്ണ സ്വരാജ് പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി കണക്കാക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി കണക്കാക്കാൻ തീരുമാനിക്കുന്നു, അല്ലെ? ഇതേ സമ്മേളനം തന്നെയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ ദേശീയതല പ്രക്ഷോഭമായ നിയമ ലംഘന പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ സമ്മേളനം എന്ന് പറഞ്ഞാൽ 1929 ലാഹോർ സമ്മേളനമായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഉറപ്പായും നോക്കിയിട്ട് പോകേണ്ട INC സമ്മേളനങ്ങളാണ് ഇതൊക്കെ തന്നെ. 1916 ലക്നൗ സമ്മേളനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമ്മേളന. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. മിതവാദികളും തീവ്രവാദികളും ഒന്നായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാർ ഉടമ്പടി ഒപ്പുവെച്ച് ഒന്നായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ഇതിന്റെയൊക്കെ പ്രത്യേകത 1916 ലക്നൗ സമ്മേളനത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്, അല്ലെ? അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുറേയധികം സമ്മേളനം. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ 1920 സമ്മേളനങ്ങൾ 2 എണ്ണമുണ്ട്. കൽക്കട്ട പ്രത്യേക സമ്മേളനവും നാഗ്പൂർ വാർഷിക സമ്മേളനമുണ്ട്. 1921 അഹമ്മദാബാദ് സമ്മേളനമുണ്ട്. 1922 ഗയാ സമ്മേളനമുണ്ട്. ഇതൊക്കെ എപ്പോഴും PSC പരീക്ഷകളിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെക്കണം. ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്തൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ടുള്ള മനസ്സ് കാണിക്കണം. INC കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ഒരു യൂട്യൂബ് സെഷനിൽ എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല, പക്ഷേ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഒരു കണക്ഷൻ ചെയ്തിട്ടിട്ട് പഠിച്ചു പോകാറുണ്ട്, അല്ലെ? എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ട്സ്. ഞാൻ ഇതിനു മുമ്പും ഷോർട്ട് കട്ട്സ് ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. INC-യുടെ കുറച്ച് സമ്മേളനങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള കാര്യം ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ പിക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ തന്നെ കുറെ എണ്ണം പിക്കപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള INC സമ്മേളനങ്ങളൊക്കെ തന്നെയാണ്. 1931 കറാച്ചി സമ്മേളനം, 1927 മദ്രാസ് സമ്മേളനം, 1929 ലാഹോർ സമ്മേളനം, 1934 ബോംബെ സമ്മേളനം, 1937 ഫൈസാപൂർ സമ്മേളനം, 1916 ലക്നൗ സമ്മേളനം, 1901 കൽക്കത്ത സമ്മേളനം. എന്താ പ്രത്യേകത? DE വാച്ച അധ്യക്ഷനായ 1901 കൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം എന്ന് പറയുന്നത്. 1912 ബങ്കിപ്പൂർ സമ്മേളനം, RN മധോൽക്കർ അധ്യക്ഷനായ ബങ്കിപ്പൂർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരൊറ്റ സമ്മേളനമേ ഉള്ളൂ. 1924 ബൽഗാം സമ്മേളനമാണത്, അല്ലെ? ഒറ്റ തവണ ഗാന്ധിജി INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ. ഗാന്ധിജിയുടെ ആദ്യത്തെ സമ്മേളനവും പ്രസിഡന്റായ സമ്മേളനം എന്ന് പറയുന്നതും 1924 ബൽഗാം സമ്മേളനമാണ്, അല്ലെ? അതേപോലെ 1939 ത്രിപുരി സമ്മേളനവും അതിനു മുമ്പുള്ള 1938 ഹരിപുര സമ്മേളനവും. 1938 ഹരിപുര സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റ് ആകുന്നു. 1939 സമ്മേളനത്തിൽ ത്രിപുരി സമ്മേളനത്തിൽ ഇലക്ഷൻ നടന്നു. ഗാന്ധിജിയുടെ പ്രതിനിധിയായി പട്ടാഭി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടന്നത്. പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് INC-യുടെ പ്രസിഡന്റായി ആ സമ്മേളനത്തിൽ. ശേഷം അദ്ദേഹം രാജിവെക്കുകയും 1939 തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന സുഭാഷ് ചന്ദ്രബോസ് അതേ വർഷം സ്ഥാപിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ ഫാക്റ്റുകൾ INC-യിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയർലി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു കാരണവശാലും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയാൻ പോകരുത്. അപ്പൊ ഫോക്കസ്ഡ് ഏരിയ പഠിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഗാന്ധിയൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ചോദ്യം കൂടിയാണ് കേട്ടോ. ഗാന്ധിയൻ കാലഘട്ടത്തിൽ നിന്നൊരു ചോദ്യം. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം എന്നിവയാണ്. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി ഏത് എന്നാണ്.
ഇതില് കുറച്ച് നന്നായി പഠിച്ചവർക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യം നോക്കുന്നവർക്ക് ഉത്തരം കിട്ടും. പക്ഷെ ചിലർക്ക് ഇതാണോ ഉത്തരം എന്ന് തോന്നും അല്ലെ. 1917 നടന്ന ചമ്പാരൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മടങ്ങിയെത്തി ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധി പങ്കെടുക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി. അതായത് 1915 ജനുവരി 9 തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി കണക്കാക്കുന്നത്. പ്രവാസി ഭാരതീയ ദിനമായി നമ്മൾ കണക്കാക്കുന്നുണ്ട് അല്ലെ. ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിനത്തെ ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായി നമ്മൾ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ വന്ന ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും അങ്ങനെ സഞ്ചരിച്ച ഗാന്ധിജി 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി. അവിടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ പ്രഖ്യാപനങ്ങൾ. അതിൽ ഒരെണ്ണം വളരെ പ്രസിദ്ധമാണ്. എന്താ? നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾ സ്വയം പൊട്ടിച്ച് അവ നിങ്ങളുടെ സ്വദേശീയർക്കായി ചേർത്ത് വെക്കും വരെ ഇന്ത്യക്ക് മോചനം ലഭിക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അത് ബനാറസ് സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിൽ ഗാന്ധിജി നടത്തിയ ഐതിഹാസികമായ പ്രസംഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത്തരം പോയിന്റുകൾ SCRT ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ക്ലാസ്സിൽ പോകണം, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. ആ പരീക്ഷയിൽ കൃത്യമായി ഫോക്കസ്ഡ് ഏരിയ എപ്പോഴും വെക്കുന്നുണ്ട്. അതുപോലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ സംഭാവനകളിൽ വരുന്നത് തന്നെയാണ്. ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്ന സമരങ്ങളിൽ ഒന്നായിരുന്നു കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട 1924 വൈക്കം സത്യാഗ്രഹം. ചോദ്യപേപ്പർ എടുത്ത് നോക്കൂ. വൈക്കം സത്യാഗ്രഹം കേരള ചരിത്രത്തിൽ എപ്പോഴും വരുന്നുണ്ട്. ഗാന്ധിയൻ ആശയത്തിന്റെ ഭാഗമായി തന്നെയാണ്. അയിത്തോച്ചാടനം അല്ലെ. അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട് 1923 കാക്കിനട സമ്മേളനത്തിൽ TK മാധവൻ അവതരിപ്പിച്ച അയിത്തോച്ചാടന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു 1924 വൈക്കം സത്യാഗ്രഹം എന്നത് നമ്മൾ മറന്നുപോലും കൂടാത്ത കാര്യമാണ്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഗാന്ധിയൻ കാലഘട്ടവും ഗാന്ധിയൻ ആശയങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയതല പ്രക്ഷോഭമായിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു ചോദ്യം നോക്കിയേ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കർമ്മപരിപാടികളിൽ ഒന്നായ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് അയിത്തോച്ചാടനം, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ, പദവികൾ, ഉദ്യോഗങ്ങൾ, നികുതി എന്നിവയാണ് പറഞ്ഞിരിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ കർമ്മപരിപാടികളിൽ ഒന്നായ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോ എന്തൊക്കെയാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം. അപ്പോ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 2 തരം കർമ്മപരിപാടികൾക്കാണ് ഗാന്ധിജി ആഹ്വാനം നടത്തിയത്. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നോക്കിയേ. വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ, ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം എന്നിവയായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവ. വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ, ഉദ്യോഗങ്ങൾ, കോടതി ബഹിഷ്കരണം. ഇവിടെ എന്തൊക്കെയുണ്ട്? പദവികൾ, ഉദ്യോഗങ്ങൾ എന്തിൽ വരുന്നതാണ്? ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ വരുന്നതല്ലേ. പദവികൾ, ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ വരുന്നതാണ്. ഇനി നികുതി നിഷേധം എന്നുള്ളത് നോക്കൂ, ബഹിഷ്കരണ പ്രവർത്തനങ്ങളിലല്ലേ വരുന്നത്. നികുതി നിഷേധം കിടക്കുന്നു, ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ. അപ്പൊ ഇതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ എവിടെയാ കിടക്കുന്നേ? ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ. കിടക്കുന്നു, ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ അല്ലെ. അയിത്തോച്ചാടനം എന്നുള്ളത് ഏതിൽ വരുന്നു? ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ കർമ്മപരിപാടികളിൽ ഒന്നായ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് വെച്ചാൽ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഏതൊക്കെയെന്ന് പറയണം. ഏതൊക്കെയാണ്? ഒന്ന് അയിത്തോച്ചാടനം, മറ്റൊന്ന് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ. അപ്പോൾ 1, 2 എന്നിവ എന്ന ഉത്തരത്തിലേക്ക് എത്താം. തീർച്ചയായിട്ടും SCRT ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. SCRTയിൽ പക്ക ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട് അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 2 തരം കർമ്മപരിപാടികൾ, ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ഇതിലെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരുന്നത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കണം, നികുതി നിഷേധം, പദവികൾ, ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം എന്നിവയാണ്. ക്രിയാത്മക പ്രവർത്തനങ്ങളിലോ ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രോത്സാഹനം, അയിത്തോച്ചാടനം, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ. ഇതൊക്കെ എന്താണ്? ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് ബോയ്ക്കോട്ട് ആക്ടിവിറ്റീസ്. ഇതാണ്. ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ
ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് പോയാൽ അല്ലെങ്കിൽ SCRT ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന അത്ര പോയിന്റുകളാണ് ഈ പറഞ്ഞതൊക്കെ തന്നെ. ആ രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു മനസ്സുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് കാര്യം വേണ്ടത്. കണ്ടോ, അപ്പോ ഗാന്ധിയൻ കാലഘട്ടം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് പറയാറുള്ളത് നിസ്സഹകരണ പ്രസ്ഥാനം നോക്കണം, പഠിക്കണം, 1920, 21, 22 പഠിച്ചിരിക്കണം. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഇത്രയും എണ്ണമാണ്. ഉപ്പു നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങൾക്ക് ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നിവയായിരുന്നു നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നിവ. നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിയമലംഘന പ്രസ്ഥാനം പഠിക്കണം, പഠിച്ചിരിക്കണം. അതുപോലെയുള്ള ഒരു ചോദ്യമാണ് ഗാന്ധിജിയും ഹരിജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. ഹരിജൻ സേവക് സംഘം, ഹരിജൻ എന്ന പത്രം, ഹരിജൻ പ്രചാരണ യാത്ര, ഈ 3 ഫാക്ട് പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹരിജൻ സേവക് സംഘം, ഹരിജൻ പത്രം, ഹരിജൻ പ്രചാരണ ജാഥ, അതുപോലെ തന്നെ വാർധാ വിദ്യാഭ്യാസ പദ്ധതി. ഹരിജന ഉന്നമനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിയൻ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ അതെന്ത് ചെയ്യരുത്, വിട്ടിട്ട് പോയിട്ട് അല്ലെങ്കിൽ പഠിക്കാതെ പോയിട്ട് വരരുത്. എത്തിയോ? അപ്പോ 3 കാര്യങ്ങളാണ്. ഒന്ന്, ബ്രിട്ടീഷ് ആധിപത്യം, 1857 റിവോൾട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഗാന്ധിയൻ കാലഘട്ടം. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിലെ 3 കാര്യങ്ങളിലെ ഫോക്കസ്ഡ് ഏരിയ ആണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നത്. കൂടുതൽ കാര്യങ്ങളും കൂടുതൽ കണ്ടന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ദിവസം കാണാം. തൽക്കാലം ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.